ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ജിയോ പൊളിറ്റിക്സ് ആണ്. മാർക്കോ റൂബിയോ അറബ് രാജ്യങ്ങൾ ഓരോന്നായിട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി അബുദാബിയിൽ വന്ന് ഇറങ്ങി, പിന്നെ കുവൈറ്റിലേക്ക് പോയി. മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഡീൽ ഹിഞ്ചിങ് ഓൺ ഹോർമോസിൻ്റെ ടോൾ പിരിവ്, ആ വിഷയത്തിൽ ഇച്ചിരി പ്രശ്നമായി കിടക്കുകയാണെന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത്. ഇറാൻ്റെ ഉള്ളിൽ ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ ഗാലിബാഫ് പറയുന്നത് അമേരിക്ക തെറ്റായ നയമാണ് സ്വീകരിക്കുന്നത്, ഞങ്ങളുടെ ഫ്രോസൺ അസറ്റുകൾക്ക് പകരം അഗ്രികൾച്ചർ പ്രോഡക്റ്റ് അത് അക്സെപ്റ്റബിൾ അല്ല എന്നാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇന്ത്യ ഇറാൻ്റെ സൈഡിൽ നിന്നും എണ്ണ വാങ്ങിക്കാൻ തയ്യാറാണെന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഇറാൻ്റെ എനർജി മിനിസ്റ്ററും ഇന്ത്യയും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ വീണ്ടും ഇറാൻ്റെ സൈഡിൽ നിന്നും എണ്ണ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക കൈയിട്ടടിച്ചാലും കാലിട്ടടിച്ചാലും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നായിരിക്കും എണ്ണ വാങ്ങിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് UAE ആണ് മെയിനായിട്ടുള്ള ഓയിൽ പാർട്ട്ണറായിട്ട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ വെനിസുല സ്വപ്നങ്ങളൊക്കെ എടുത്ത് ഓരത്തങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് ഇന്ത്യ. അതുപോലെ മാർക്കോ റൂബിയോ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി പറയുന്നത് ഇറാൻ്റെ ഈ പ്രോക്സികളെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ നെഗോസിയേഷൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ബഹ്റൈനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആശങ്ക. കാരണം ബഹ്റൈൻ്റെ ഉള്ളിൽ ഈ ഷിയ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ വല്ലാത്ത രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ ഗവൺമെൻറ്റിനെ തന്നെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അതിനും സ്പോൺസർ ചെയ്യുന്നത് ഇറാനാണ്. അപ്പോൾ ഈ രീതിയിൽ നിരവധി പേരെ ബഹ്റൈൻ ഈ ഇടപ്പെട്ട കാലത്ത് അറസ്റ്റ് ചെയ്ത് അവരെയൊക്കെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലരെയും ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കോ റൂബിയോ എടുത്ത് ബഹ്റൈൻ്റെ പ്രതിനിധികൾ വിശദീകരണം ആവശ്യം. അപ്പോൾ ഈ വിഷയത്തിൽ, ഈ പ്രോക്സികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാന് നല്ല രീതിയിലുള്ള ഒരു താക്കീത് കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ബഹ്റൈനുള്ളത്. അപ്പോൾ ആ ആവശ്യം മാർക്കോ റൂബിയോ എടുത്ത് അവർ ഉന്നയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ ഇപ്പോൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഇതൊന്നും തന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പം തന്നെ മറ്റൊരു സൈഡിൽ വേറൊരു അനാലിസിസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഭയങ്കര ചൂടാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ, പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൊക്കെ ഈ വാർഷിപ്പുകളൊന്നും അവിടെ ഇങ്ങനെ നിർത്തിവെക്കാൻ പറ്റത്തില്ല. ഭയങ്കര ചൂടാണ്, പൊരിഞ്ഞ വെയിലാണ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ചൂട് കാലാവസ്ഥയിൽ ഈ 60 ദിവസത്തെ സീസ് ഫയർ ഒന്ന് ഒരു 90 ദിവസത്തേക്കായിട്ട് മാറ്റിയിട്ട് ഇവിടെ നിന്നും കപ്പലുകളെയൊക്കെ കുറച്ച് ബെറ്റർ ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടാലോ എന്നുള്ളൊരു ആലോചന നടക്കുന്നതായിട്ട് വരെ വാർത്തകൾ വരുന്നുണ്ട്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കാം. കാരണം ഇപ്പോൾ അവിടെ ഓപ്പറേഷൻ വളരെ സ്മൂത്തായിട്ട് നടക്കുകയാണല്ലോ. ഇപ്പോൾ അവിടെ ആർക്കും പ്രശ്നമില്ല. ഇപ്പോൾ ഒരു 3 മാസം എന്ന് പറയുമ്പോഴത്തേക്കും അമേരിക്കയുടെ മിഡ് ടേം ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശക്തമായ രീതിയിൽ വീണ്ടും ഫർദർ നെഗോസിയേഷനിലേക്ക് പോവാം. അപ്പോൾ മുട കാണിച്ചാൽ വീണ്ടും ആക്രമണം നടത്താം എന്നുള്ള തീരുമാനങ്ങളൊക്കെ അമേരിക്കയ്ക്കുള്ളതായിട്ട് മറ്റൊരു അനാലിസിസ് പുറത്തു വരുന്നുണ്ട്. അത് എത്രമാത്രം മുഖവിലേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയും അനാലിസിസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ലോങ് റേഞ്ച് മിസൈലുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ്. പ്രധാനമായിട്ട് പാകിസ്ഥാൻ, ചൈന, അവരെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപ്പാദനത്തിൻ്റെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു പാർട്ട്ണർഷിപ്പ്, അതാണ് ലോകത്തിൻ്റെ ഫ്യൂച്ചർ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് GE എൻജിൻ, F414 എന്ന് പറഞ്ഞ GE എൻജിൻ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഇപ്പോഴും വിസമ്മതിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ഘോര പ്രസംഗിക്കുന്നത്. ഇതൊക്കെ വെറും പ്രസ്താവനകൾ മാത്രമാണ്. അമേരിക്കയ്ക്ക് അമേരിക്കയെക്കാളും കൂടുതൽ ഒരു രാജ്യം വളരുന്നതിനോട് താല്പര്യമില്ല. അത് ചൈനയായാലും അവർ വെട്ടും, ഇന്ത്യ ആയാലും അവർ വെട്ടും, ഏത് രാജ്യമായാലും അവർ വെട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള സഹകരണങ്ങൾ, പ്രസ്താവനകൾ, ഇതൊക്കെ അമേരിക്ക ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഇന്ത്യ US ട്രേഡ് ഡീൽ പ്രോഗ്രസ്, ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച പ്രോഗ്രസിങ് ആണ്. അത് ഇപ്പോഴല്ല കേട്ടോ, കുറേ മാസങ്ങളായിട്ട് അത് പ്രോഗ്രസ് ആണ്. ട്രംപ് പൊസിഷനിൽ വന്ന ദിവസം തൊട്ട് പ്രോഗ്രസ് ആണ്. ഇപ്പോഴും അഭിപ്രായ ഭിന്നത ഉണ്ട് എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. നിർണായകമായിട്ടുള്ള പല വിഷയങ്ങളിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. 23-24 ദിവസങ്ങളിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടത്തിയ ചർച്ചയിലാണ് ഈ വിഷയം തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ പെട്രോളിയം മിനിസ്റ്റർ ഇന്ത്യയുമായിട്ട് എനർജി ഡീൽ നടത്തും എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ബ്രിക്സ് മീറ്റിംഗ് കഴിഞ്ഞ പാടെ പെട്രോളിയം മിനിസ്റ്ററുമായിട്ട് ഇന്ത്യ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇറാൻ സ്ഥായിയായിട്ടുള്ള എനർജി ഡീൽ ഇന്ത്യയുമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്.
ഇന്ത്യയും എണ്ണ വാങ്ങിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ബ്രിക്സ് എനർജി മാതൃകയിലാണ് പർച്ചേസ് നടക്കുന്നത്. ഇറ്റ് മീൻസ് നമ്മൾ റുപ്പിയിലായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങളുടെ കറൻസിയിലും ഇന്ത്യക്ക് പേയ്മെൻറ്റ് നടത്താം. യുവാനിൽ നടത്താം, റൂബിളിൽ നടത്താം. അതിനും ഇറാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ അമേരിക്കയുടെ പോളിസി വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. എനിവേ അതിപ്പോൾ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ കാലയളവിൽ എന്തായാലും ഏത് കറൻസിയിൽ വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. കാരണം നെഗോസിയേഷനാണല്ലോ നടക്കുന്നത്, തീരുമാനമായിട്ടില്ല. പ്രൈം മിനിസ്റ്റർ മോദി അർമേനിയൻ പ്രൈം മിനിസ്റ്റർ വീണ്ടും വിജയിച്ചു വന്ന പെസസ്നിയാനിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ പെസസ്നിയാൻ വിജയിച്ചതിനെ തുടർന്ന് ശരിക്കും അമേരിക്കയ്ക്ക് ഒരു പോസിറ്റീവ് പോയിന്റാണ്. അർമേനിയ മേഖലയിൽ ഇറാൻ ഒരു തിരിച്ചടിയാണ്, റഷ്യയ്ക്കും ഒരു തിരിച്ചടിയാണ്. ആ ഒരു ജിയോ പൊളിറ്റിക്സ്, വെസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ ജിയോ പൊളിറ്റിക്സ് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം. അർമേനിയയുടെ പ്രൈം മിനിസ്റ്റർ നിക്കോൾ പെഷ്നിയാൻ എന്നാണ് അയാളുടെ പേര്. നിക്കോൾ പെഷ്നിയാനാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ. സീനിയർ ഇസ്ലാമിക് സ്റ്റേറ്റ് കമാൻഡർ അലി ഹുസൈൻ അൽ ഉലൈവി, അയാളെ അമേരിക്ക അങ്ങ് തീർത്തിരിക്കുകയാണ്. സിറിയയുടെ നോർത്തേൺ ഏരിയയിൽ വെച്ചിട്ടാണ് രഹസ്യമായിട്ടൊരു ഓപ്പറേഷൻ നടത്തി അമേരിക്ക ഇയാളെ വധിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രിസിഷൻ സ്ട്രൈക്ക് ഇൻ നോർത്ത് വെസ്റ്റ് സിറിയ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇനിയും ലക്ഷക്കണക്കിൽ ISIS ഭീകരന്മാരുണ്ട് സിറിയയ്ക്കുള്ളിൽ. അമേരിക്കയ്ക്ക് ഇനി തെരഞ്ഞുപിടിച്ച് ആക്രമണം നടത്താനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടാവും. ഇറാൻ IAEAയുടെ പ്രതിനിധികൾ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റികളിലേക്കുള്ള സന്ദർശനം തടഞ്ഞിരിക്കുകയാണ്. IAEA ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയെ ഇറാൻ തടഞ്ഞിരിക്കുകയാണ്. അതായത് അവരുടെ ഇസ്രായേലും ഇറാനും അറ്റാക്ക് നടത്തി തകർത്ത് കളഞ്ഞ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റീസ് സന്ദർശിക്കണമെന്നാണ് അമേരിക്കയുടെ നിർദ്ദേശത്തിനെ തുടർന്ന് IAEA ഇറാനെ അപ്രോച്ച് ചെയ്തത്. IAEAക്ക് പെർമിഷൻ ഇറാൻ കൊടുക്കുന്നില്ല. ഇത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. യുദ്ധമൊക്കെ നിർത്തി, പക്ഷേ കണ്ടീഷൻസിനൊന്നും ഇറാനും വഴങ്ങുന്നില്ല, അമേരിക്ക വിട്ടിട്ട് പിന്മാറുന്ന ഏർപ്പാടുമില്ല. ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. പക്ഷേ തീർച്ചയായിട്ടും നെഗോസിയേഷനിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാമെന്നാണ് അമേരിക്കയുടെ തീരുമാനം. പാകിസ്ഥാൻ്റെ ഉള്ളിൽ സൗത്ത് വസിറിസ്ഥാനിൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ, ആ സ്കൂളിനെ തീവ്രവാദികൾ ആക്രമണം നടത്തി തവിട് പൊടിയാക്കിയിരിക്കുകയാണ്. പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല. യുവമാർ ഏത് കാലഘട്ടത്താണ് ജീവിക്കുന്നത്? അതും പെൺകുട്ടികൾക്കുള്ള പ്രൈമറി സ്കൂളാണിത്. ആ പ്രൈമറി സ്കൂളാണ് അടിച്ചു പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ AMCA ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാം അണ്ടർ ക്രൈസിസ്. നമ്മൾ പുതിയ എഞ്ചിൻ കണ്ടെത്തേണ്ട സാഹചര്യത്തിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. 3 times ഹയർ പ്രൈസാണ് ഇപ്പോൾ GE ആവശ്യപ്പെടുന്നത്. F414 എന്ന് പറഞ്ഞ ആ കാറ്റഗറി എഞ്ചിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. ഇന്ത്യ ഈ വിഷയത്തിൽ ഇച്ചിരി ടെൻസ്ഡ് ആണ്. പല രീതിയിലും ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്തായാലും ഒരു വൈസ് ഡിസിഷൻ എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെ ഭാഗമാണ്. ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ എനർജി ഞങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്ത് പർച്ചേസ് ചെയ്യും, അത് ചോദിക്കാനുള്ള അവകാശം ആർക്കുമില്ല, അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് ഇന്ത്യയുടെ മാത്രം തീരുമാനമാണ് എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞങ്ങൾ റഷ്യ എടുത്ത് വാങ്ങിക്കും, ഇറാൻ്റെ അടുത്ത് വാങ്ങിക്കും, അല്ലെങ്കിൽ വെനിസ്വേല എടുത്ത് വാങ്ങിക്കും, മിഡിൽ ഈസ്റ്റിൽ വാങ്ങിക്കും, ഞങ്ങൾക്ക് എവിടെ ബെറ്റർ ഡീൽ കിട്ടുന്നോ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കും. ഇത് ഇന്ത്യ അമേരിക്കയ്ക്ക് ഇൻഡയറക്റ്റായിട്ട് കൊടുക്കുന്നൊരു മെസ്സേജാണ്. പിന്നെ പ്രത്യേകിച്ച് ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ട് നടക്കുന്ന യൂറോപ്പിനും കൊടുക്കുന്നൊരു മറുപടിയാണ്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.